ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആശയങ്ങളോട് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിക്കേണ്ട ഈ മതത്തെയും മതവും രാജ്യവും തമ്മിലുള്ള ഒരു രാഷ്ട്രവും തത്വാധിഷ്ഠിതമായ അകലം, ആ അകലം പൊളിച്ചു കളഞ്ഞു നരേന്ദ്രമോദി എന്ന്. അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി ഒരു രാജാവിനെ പോലെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ മുഖ്യ യജമാന സ്ഥാനം വഹിക്കുക രാഷ്ട്രത്തലവന്മാരല്ല, രാജകാലഘട്ടത്തിൽ രാജാക്കന്മാരാണ് എന്നുള്ളത്. ഇന്ന് ആ നിലയിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഛത്രപതി ശിവജിയെപ്പോലെ തോന്നിപ്പിച്ചു എന്നാണ് ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ്. അദ്ദേഹം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ട്രഷററാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു 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 പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ആ നിലയിൽ പ്രതിഷ്ഠിക്കണമെന്നുള്ള കൃത്യമായ പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ദൈവം തന്നെ തെരഞ്ഞെടുത്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ തലവന് ദൈവം തന്നെ തെരഞ്ഞെടുത്തു എന്ന് പ്രഖ്യാപിക്കാനാവുക? ഡിവൈൻ The റൈറ്റ് Lord has made me an instrument to represent all the people of India ഡ്യൂറിങ് ദ കോൺസെക്രേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ തലവൻ ഒരു ദൈവവുമായി സംവദിക്കുന്നു എന്നും ആ ദൈവത്തിൻ്റെ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള ഒരു രാമക്ഷേത്ര നിർമ്മാണത്തിൽ മുഖ്യ യജമാനൻ സ്ഥാനം വഹിക്കുന്നു എന്നും ഒക്കെ പറയുമ്പോഴുള്ള ഒരു മാസ്മരിക ലോകമുണ്ടല്ലോ, ആ മാസ്മരിക ലോകത്തിലാണ് ഞാനടക്കമുള്ള പ്രജകൾ എന്നുള്ളതാണ്. പോപ്പും പണ്ടുകാലത്ത് യൂറോപ്പിലെ ചക്രവർത്തിമാരും ഇതാണ് പറഞ്ഞിരുന്നത്, ഡിവൈൻ ഒറിജിൻ തിയറി എന്ന് പറയും. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ രാഷ്ട്രീയം അത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയം എങ്ങനെയാണ് പ്രയോഗവൽക്കരണത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയം മതത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മതത്തെ നടത്തിക്കോളാം എന്നുള്ള നിലയിലുള്ള ഒരു ഏറ്റെടുക്കൽ ഇന്നത്തോടുകൂടി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രവേശനം അത് വേറെ മതം, ആ നിങ്ങളുടെ മതമല്ല ഞാൻ പറയുന്നത്, ഇത് വേറെ മതം. മതത്തെയും രാജ്യത്തെയും വേർതിരിക്കുന്ന രേഖ ആ നിലയിൽ മാച്ച് കളയുക വഴി യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മതം രാഷ്ട്രീയത്തെ ഏറ്റെടുക്കുന്നതിനേക്കാളും കൂടുതൽ അപകടകരമായി രാഷ്ട്രീയം മതത്തെ ഏറ്റെടുക്കുകയാണ്. കാരണം ഇവരുടെ ആയുധങ്ങളായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ ആയുധമായി ഇനി മതത്തെ ഉപയോഗപ്പെടുത്താം. ഏത് സമയത്ത് വേണോ വർഗീയ കലാപം, ആ സമയത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ മതത്തെ ഉപയോഗപ്പെടുത്താം. ഞാൻ നേരത്തെ 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വരുന്ന സമയത്ത് പശ്ചിമ ഉത്തർപ്രദേശിൽ വലിയ നിലയിൽ വർഗീയ കലാപം 72 സീറ്റുകളാണ് അന്ന് നേടിയത്. 1984 കിട്ടാത്ത സീറ്റാണ് യഥാർത്ഥത്തിൽ 2014 കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ തത്വാധിഷ്ഠിതമായ അകലമെന്ന് മാത്രമല്ല, മതത്തെ പൂർണ്ണമായും രാഷ്ട്രീയം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. Meet the editors.